നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിനുശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തച്ചപ്പിള്ളി പാലവും പരിസരവും ലഹരി കേന്ദ്രമായി മാറുന്നതായി പരാതി. വിദ്യാർത്ഥികൾ അടക്കമുള്ള ലഹരി സംഘങ്ങൾ വിഹരിക്കുമ്പോഴും നടപടിയില്ലെന്ന് നാട്ടുകാർ. വേലൂപ്പാടം കവരംപിള്ളി കുന്നിൽ വൻ തീപിടുത്തം. പുലിക്കണ്ണി മുളകവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പറമ്പുകളിലാണ് തീപിടിച്ചത്. അതിരപ്പിള്ളിയിൽ മറ്റൊരു കാട്ടാനയ്ക്ക് കൂടെ പരിക്കേറ്റതായി വിവരം. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റതായി സൂചന ലഭിച്ചത്. ആനയെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികനെ ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ ശ്രീവത്സം വീട്ടിൽ 58 വയസ്സുള്ള സോമൻ വാര്യരാണ് മരിച്ചത്. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ചു തകർത്തു. വല്ലത്തുപറമ്പിൽ അജിതയുടെ വീടിന്റെ കിണറിലാണ് എയ്സ് ഓട്ടോ ഇടിച്ചു കയറിയത്. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പന്നിത്തടം സ്വദേശികളായ ആഷിഫ, വിദ്യാർത്ഥികളായ ആഷ്മിൽ, ഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാഞ്ഞാണി പെരുമ്പുഴ സംസ്ഥാന പാതയിൽ ബൈക്കും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബാക്കി യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക്. വെളുത്തൂർ സ്വദേശി പാറക്കൽ വീട്ടിൽ ശരത് ലാലിനാണ് പരിക്കേറ്റത്. മീനഭരണിയുടെ വരവറിയിച്ച് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിൽ ചെറുഭരണിക്ക് കൊടികയറി. മാർച്ച് 31 അശ്വതിക്കാവ് തീണ്ടൽ. ഭരണിനാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. 18 കാവുകളിൽ കുംഭഭരണി ആഘോഷിച്ചു. പാലിയേക്കര ചേന്തംകുളങ്ങര ഭഗവതി ക്ഷേത്രം, പുതുക്കാട് കുറുമാലിക്കാവ്, തിരൂർ വടക്കുറുമ്പക്കാവ് തുടങ്ങി 18 കാവുകളിലും അരക്കാവായി കണക്കാക്കുന്ന തൃക്കൂർ പുറയംകാവ് ക്ഷേത്രത്തിലുമാണ് വേല ആഘോഷിച്ചത്. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രകലാകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം പുതുക്കി പണിയുന്നതിന് തുടക്കം കുറിച്ചു. എരേക്കത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് KG അനിൽകുമാറാണ് ലിഫ്റ്റ് അടക്കമുള്ള മണ്ഡപം നിർമ്മിച്ചു നൽകുന്നത്. തെക്കുംകര പഞ്ചായത്തിൽ വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു. പനങ്ങാട്ടുകര വാർഡിലെ ശ്രീനിലയം ആനന്ദകൃഷ്ണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തമിഴ്നാട് കടല്ലൂരിൽ 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കോളനിയിൽ താമസിച്ചു വരുന്ന അജിത്ത്, സഹോദരിയുടെ ഭർത്താവ് വെങ്കിടേഷ് എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ജയസ്മൃതി ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തട്ടകത്തമ്മയെ ദർശിക്കാൻ 32 വർഷങ്ങൾക്ക് ശേഷം കരിയന്നൂർ ദേശക്കുതിര വേലൂർ മണിമലർക്കാവിലേക്ക് പുറപ്പെട്ടു. ജനകീയ ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുതിരയെ എഴുന്നള്ളിക്കുന്നത്. അഖില ഭാരതീയ ഗോസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള ബാലകൃഷ്ണ ഗുരുസ്വാമിയും സംഘവും നയിക്കുന്ന ഗോ സംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരി ഗോപൂജ നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് മൂപ്പൻതാഴം കോടാലി റോഡിലുള്ള പാലം വാഹനഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് CPI കടമ്പോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പുല്ലാനിക്കാട് അയ്യംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യരാജ ഗോപാല മന്ത്രാർച്ചനയും സ്വാരസ്വത പുഷ്പാഞ്ജലിയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശിവദാസൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ലഹരിയിൽ നിന്ന് നാടിനെയും യുവതലമുറയെയും സംരക്ഷിക്കാൻ നാട്ടുകൂട്ടം കൂടി ഏങ്കക്കാട് നിവാസികൾ. ഏങ്കക്കാട് ഉങ്ങിന്തറ പരിസരത്ത് ചേർന്ന നാട്ടുകൂട്ടത്തിന് ഡിവിഷൻ കൗൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ കൈകോർത്ത് പാവറട്ടി സെന്റ് ജോസ് പബ്ലിക് സ്കൂൾ ബോധവൽക്കരണ സെമിനാർ നടത്തി. എക്സൈസ് ഓഫീസർ PL ജോസഫ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. INTUC തോളൂർ മണ്ഡലം കൺവെൻഷൻ പറപ്പൂരിൽ നടന്നു. പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള സമാശ്വാസ നിധിയും റിസ്ക് ഫണ്ടും വിതരണം ചെയ്തു. ചാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വിതരണം നിർവഹിച്ചു. എടമുട്ടം പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. കാഴ്ച ശീവേലയിൽ 5 ആനകൾ അണിനിരന്നു. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. അഴകിന്റെ പൈങ്കുളം വാഴാലിക്കാവിൽ തട്ടകത്തമ്മയുടെ വേല ആഘോഷിച്ചു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. തിരുവില്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വിനി ഉണ്ണികൃഷ്ണൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യ അഡാക്കിലെ താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുന്നതിൽ LDF അനുഭാവികളെ മാത്രം പരിഗണിക്കുന്നുവെന്നാരോപിച്ച് BJP ധർണ നടത്തി. അഡാക്കിന് മുമ്പിൽ നടത്തിയ ധർണ കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മതിലകം കഴുവിലങ്ങിൽ 2 കുട്ടികളുടെ അമ്മയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ 2ാം ഭർത്താവ് മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം വാഹനമിടിച്ച് കുരങ്ങൻ ചത്തു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി പ്രൊജക്ട് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ലാലൂരിന്റെ ആഭിമുഖ്യത്തിൽ സത്യൻ ലാലൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. TK രവി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി ഗുരുവായൂർ നായർ സമാജം ഏർപ്പെടുത്തിയ കർമ്മശ്രീ പുരസ്കാരത്തിന് അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെയും നാരായണീയ കൗസ്തുഭം പുരസ്കാരത്തിനായി പുഷ്കല കൃഷ്ണമൂർത്തിയെയും തിരഞ്ഞെടുത്തു. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ ജസ്റ്റിസ് P സോമരാജൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ചാവക്കാട് ബീച്ച് റോഡിൽ കുട്ടികളുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന് മോഷണശ്രമം. ചാവക്കാട് ബീച്ച് റോഡിലെ മാ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണശ്രമം നടന്നത്. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരം നോവലിസ്റ്റ് UK കുമാരന്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 11ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 2 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴ കൃഷി നശിപ്പിച്ചു. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാടിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. കൊടകര ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന GS കപ്പ് ഓൾ കേരള 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ തൃശൂർ ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിനെ 6 വിക്കറ്റിനാണ് തൃശൂർ ലൂങ്സ് അക്കാദമി പരാജയപ്പെടുത്തിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.